ഹലോ, അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് വേറെ ഒന്നല്ല, നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും കുറേ ജ്വല്ലറീസ്, അതുപോലെ വളകൾ, മാലകൾ, കമ്മലുകൾ, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ ഇതിൻ്റെയൊക്കെ സ്റ്റോറേജ് അല്ലെങ്കിൽ ഇതൊക്കെ സ്റ്റോർ ചെയ്യാന്നുള്ളത് ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ നമുക്ക് അത്രയും സ്പേസ് ഇല്ല, അല്ലെങ്കിൽ അത് നമുക്ക് എപ്പോഴും പെട്ടെന്ന് കിട്ടാവുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നൊക്കെയുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മീഷോയിൽ നിന്ന് ഞാൻ 2-3 പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ എനിക്ക് അത് വാങ്ങിയതിന് ശേഷം വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാനായിട്ട് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. എനിക്ക് ഹെൽപ്ഫുൾ ആയത്. അപ്പോൾ അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് ബാംഗിൾസും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്റ്റോർ ചെയ്യാൻ എളുപ്പമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുന്നത്. ഇതിൽ വളകൾ ഞാൻ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഞാൻ അത്യാവശ്യം വളകൾ എൻ്റെ കയ്യിലുണ്ട്. അതിലധികം കുപ്പി വളകളൊക്കെയാണ് മോസ്റ്റ്ലി. അപ്പോൾ അത് സൂക്ഷിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പൊട്ടിപ്പോവാതെയൊക്കെ. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. ആദ്യത്തെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഒന്നാമത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ഇങ്ങനെ ഒരു ബോക്സ് ആണ്. ഇതിലിങ്ങനെയാണ് ഞാൻ വളകളെല്ലാം സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. കണ്ടോ, ഇതിന്റെ അടിയിലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളകൾ ഇങ്ങനെ അടിയിൽ മുട്ടുമൊന്നുമില്ല നമ്മൾ ഇതിൽ ആക്കി വെച്ചാലും. പിന്നെ ഇതിന്റെ മുകളിലും അത്യാവശ്യം സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അടയ്ക്കാനും വളരെ എളുപ്പമാണ്. അടയ്ക്കാനൊന്നും ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ അടച്ച് നമുക്ക് ഈ ബോക്സ് ഇങ്ങനെ സേഫ് ആയിട്ട് സെക്യൂർ ആയിട്ട് നമുക്ക് എടുത്തു വെക്കാനായിട്ട് പറ്റും. എൻ്റെ കയ്യിൽ ഇത്രയും അറേഞ്ച്മെന്റ്സേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനത്തെ ഒരു ബോക്സ് 2 എണ്ണമാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് മീഷോയിൽ ഞാൻ ഒരുമിച്ച് മേടിച്ചതാണ്, അതായത് ഒരു കോംബോ പോലെ മേടിച്ചതാണ്. അപ്പോൾ 2 ബോക്സ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമാണ്. ഇതെങ്ങനെ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എനിക്ക് ഈ ഒരു സെറ്റാണ് വേണ്ടതെങ്കിൽ ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ ഞാൻ ഈ ഒരു സെറ്റ് ഊരി എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റിക്ക് പോലത്തെ ഒരു സാധനമാണ്. ഇതിലാണ് ഇതിൽ അത്യാവശ്യം ലെങ്ത് ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങളുടെ ഒരുവിധം സെറ്റുള്ള വളകളൊക്കെ ഇതിൽ അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിങ്ങനെ എടുക്കുന്നു. അതുപോലെ തന്നെ നമുക്കിത് തിരിച്ച് വെക്കാനും വളരെ എളുപ്പമാണ്. ഇതിലിങ്ങനെ 2 സൈഡിലും ഒരു കൊളുത്തുണ്ട്. അതിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇത് സ്റ്റോർ ചെയ്യാനായിട്ടാണെങ്കിലും തിരിച്ചെടുക്കാനും വെക്കാനും ആണെങ്കിലും, ഇത് എടുക്കാനാണെങ്കിലും വെക്കാനാണെങ്കിലും നമുക്ക് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ അപ്പോൾ ഈ ഒരു സെറ്റ് നിങ്ങൾ കണ്ടില്ലേ? കണ്ടോ, എൻ്റെ വളകൾ കണ്ടോ? ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വളകളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഇയറിങ്സ് എങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നതെന്നാണ്. അത് 2 ബോക്സ് എൻ്റെ കയ്യിലുണ്ട്. 2 രീതിയിലാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. 2 ഒരേപോലെ തന്നെയാണ്. ഒന്ന് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളും മറ്റത് ഞാൻ കുറച്ച് എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒക്കേഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നതായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ തിരിച്ചു വെച്ചിരിക്കുന്നത്. മാലകൾ ഞാൻ അധികം യൂസ് ചെയ്യാറില്ല, അപ്പോൾ അതിൻ്റെ കളക്ഷൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഈ ഇയറിങ്സ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നതെന്ന് കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതും ഞാൻ മീഷോന്ന് മേടിച്ചിട്ടുള്ളതാണ്. ഇതിങ്ങനെ 3 തട്ടായിട്ട് വരുന്ന ഒരു ബോക്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ മെയിൻ ആയിട്ട് സൂക്ഷിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത കമ്മലുകളാണ്. അതായത് എന്റെ ജുംകാസ്, സ്ഥിരമായിട്ട് ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. അതായത് എന്റെ ജുംകാസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്കിങ്ങനെ തുറക്കാട്ടോ. തുറന്നിട്ട് ഓരോരോ സെപ്പറേറ്റ് ബോക്സുകളായിട്ട് നമുക്കിങ്ങനെ എടുത്തു വെക്കാനായിട്ട് പറ്റും. ഇതും ഇതുപോലെ തന്നെ സേഫ് ആയിട്ട് നമുക്ക് 2 സൈഡും സേഫ് ആയിട്ട് അടച്ചു വെക്കാനായിട്ടുള്ള ക്ലിപ്പൊക്കെ ഇതിലുണ്ട്. ഇങ്ങനെ 3 സെറ്റ് ആയിട്ടാണ് ഇത് വരുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബോക്സ് ആണിത്. അതിന്റെ വേറൊരു വേർഷനാണിത്. ഇതും ഞാൻ മീഷോന്നാണെന്ന് തോന്നുന്നു ഞാൻ മേടിച്ചത്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഒരു ബോക്സ് ആണ്. ഇതിലും ഇതുപോലെ തന്നെയാണ്. ഇത് ഇങ്ങനെ ഈ റാക്കുകൾ, ഇതിലുള്ള ഓരോ കോളംസും നമുക്ക് ഇങ്ങനെ മൂവ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇഷ്ടമുള്ള സൈസിൽ ഞാൻ ഇതിലെല്ലാം ചെറിയ കള്ളികളായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് എത്രയാണോ, ഇപ്പോൾ വലിയ കമ്മലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് നമുക്കിത് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് 2 എണ്ണം ഇതുണ്ട്. ഇപ്പോൾ ഇത് 2 എണ്ണം ഒരുമിച്ച് ഞാൻ ആക്കി. കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. ഇങ്ങനെ 2 എണ്ണം ഒരുമിച്ചാക്കാനും ഇതിന്ന് പറ്റൂട്ടോ. അവിടെ കയ്യിൽ ജ്വല്ലറീസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഒന്ന് മേടിച്ച് നോക്കൂ. എന്നിട്ട് കമന്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസ് ആണെങ്കിൽ കമന്റ് ചെയ്യൂ. അപ്പോൾ എൻ്റെ ജ്വല്ലറി കളക്ഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യൂ. അപ്പോൾ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണും വരെ ബൈ.